പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 8-ാം തിരുവചനമാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നാം എല്ലാവരും വിശ്വാസികളാണെന്ന് പറയുന്നവരും അഭിമാനിക്കുന്നവരുമാണ്. രാവും പകലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുമ്പോഴാണ് നമുക്ക് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയുന്നത്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വിശ്വാസമുണ്ടാകുമോ എന്നല്ല നാം ചിന്തിക്കേണ്ടത്, നമ്മിൽ വിശ്വാസം നിലനിൽക്കുമോ? കാരണം തെറ്റായ പ്രബോധനങ്ങളും ഉപദേശങ്ങളും കൊണ്ട് ഭൂമിയിൽ ധാരാളം വ്യക്തികൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മെ വഴിതെറ്റിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ഭൂമിയിൽ, അതായത് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ വഴിതെറ്റാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. കാരണം വഴിതെറ്റാതെ നമ്മുടെ വിശ്വാസത്തെ പുതുമയിൽ നിലനിർത്താൻ നമുക്ക് കഴിയണം. എന്താണ് വിശ്വാസം എന്ന് ആദ്യമേ നാം അറിഞ്ഞിരിക്കണം. ഹെബ്രായർ 11:1 എന്താണ് വിശ്വാസം എന്ന് പറയുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട് എന്ന് പ്രത്യാശിക്കുന്നവരാണ് നാം എല്ലാവരും. അതുപോലെ കാണപ്പെടാത്ത ദൈവം ഉണ്ട് എന്നും നാം വിശ്വസിക്കുകയും അത് ഹൃദയത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിലുണ്ടാവുന്ന സഹനങ്ങളെ പ്രത്യാശയോടെ നേരിടുവാനും പരാതി കൂടാതെ അവയെ സ്വീകരിക്കുവാനും നമുക്ക് കഴിയും. റോമ 8:18 തിരുവചനം പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് എന്ന്. അപ്പോൾ ആ പ്രത്യാശ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന ആ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ കാണപ്പെടാത്ത ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ പരാതി കൂടാതെ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി അവ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള ഒരു ശക്തിക്കായിട്ടാണ് നാം അനുദിനം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.